ഇതാ ക്ഷേത്രത്തിൻ്റെ ഒക്കെ ഒരു ഭംഗി ഉണ്ടല്ലേ. ഇതെന്താണിത് അല്ലേ അണ്ണാ? വാവ്, ദിസ് ഈസ് കേരള. പ്യുവർലി ദിസ് ഈസ് കേരള. അയ്യോ മാമ കേരളേ കണ്ട സീൻ. ഇവിടെ എത്തിയും പോയി വേറെങ്കിൽ ഇതാണ് കേട്ടോ. ഗ്രേറ്റ്. നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്പുക്കുട്ടൻ വ്ളോഗ്സിൻ്റെ മറ്റൊരു ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരത്ത് കേട്ടനൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? ഇരപ്പൻകുഴി. യെസ്, ഇരപ്പൻകുഴി വാട്ടർഫാൾസിലേക്കാണ് ശരിക്കും പറഞ്ഞത്. ഇവിടെ എന്താ സംഭവം? ഇവിടെ ചായക്കടയൊക്കെയാണ് കേട്ടോ. സോ ഇപ്പം അതാണ്, ഇരപ്പൻകുഴി വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. അമ്പൂരിയിലാണ്. എല്ലാം ഈ ഒരു ലൊക്കാലിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 35 കിലോമീറ്റർ ഉണ്ടാവണം ഈ സ്ഥലം വൺ സൈഡ്. സോ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇനി 10 കിലോമീറ്റർ മാത്രമേ നമ്മൾ യാത്ര ചെയ്യാനുള്ളൂ. വെറുതെ സിറ്റി സ്ഥിരം കാണിക്കുന്ന സ്ഥലങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ടിട്ടാണ് ഇങ്ങോട്ട് എത്തിയതിന് ശേഷം ഒരു നാട്ടും പ്രദേശം തുടങ്ങിയതിന് ശേഷം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതും പരിപാടികളൊക്കെ. സോ നമ്മൾ നേരെ സ്പോട്ടിലേക്കാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമയത്തായി, സമയം 4 മണിയായി. സോ നമുക്ക് വേഗം അവിടെ എത്തണം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, കാണാം. ചെറുക്കനൊക്കെ ഇതാ ഇവിടെ ഇരിക്കുകയാണ്. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ യാത്രയിലേക്ക്. ഇനിയുള്ളത് ഇനിയുള്ളത് 8.9 കിലോമീറ്റേഴ്സാണ്. ഓൾറെഡി ഇതിനു മുമ്പുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഒട്ടുമിക്ക വീഡിയോയിലും കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ടാണ് മെയിൻലി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ബോറാവും. നിങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോകളിൽ കണ്ട അതേ സ്ഥലത്തൂടെ തന്നെയാണ് ഇതുവരെ. ഇനി ചെറിയ വ്യത്യാസമുണ്ട്. കറക്റ്റായിട്ട് ഓർമ്മയില്ല, ചിലതൊക്കെ ഈ റൂട്ട് തന്നെ ആയിരിക്കണം, അറിയില്ല. സോ ഇനിയുള്ളത് 8.8 കിലോമീറ്റേഴ്സാണ് കേട്ടോ. ഇരപ്പൻകുഴി വാട്ടർഫാൾസ്. ഞാൻ അപ്പോൾ എല്ലാ യാത്രകളും പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂട്യൂബിൽ കയറുന്നു, ഹിഡൻ സ്പോട്ട് ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം വെച്ച്. ഇപ്പോൾ അമ്പൂരി എന്നൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇന്ന് ഇത് കിട്ടിയത്. അതിന് മുമ്പുള്ളതൊക്കെ ഞാൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയതാണ്. അതിലുള്ള വീഡിയോസ് എല്ലാം ഇരുന്ന് കാണും, ഷോർട്സ്. ഡേഞ്ചറസും കുറച്ച് അഡ്വഞ്ചറസൊക്കെ ആയിട്ടുള്ള സ്പോട്ടുകൾ സെലക്ട് ചെയ്യുന്നു, ഇറങ്ങുന്നു. ഇതാണ് പരിപാടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കൊക്കെ പോയിട്ട് 1-2 ദിവസമായി. ഇന്ന് നേരത്തെ എത്തുകയാണെങ്കിൽ എന്തായാലും പോകണം. സോ ടാസ്ക്കാണ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ വേറെ ആരും വരാനില്ല. സോ നമ്മൾ തന്നെ ഉണ്ടാക്കണം. പത്തിക്കിച്ച് ഒരു രാജസത്തിരി വെടിച്ചിട്ടാൻ ഇത് തീരുമേ, കൊടിവച്ച അണുവായുധമിനി ഉലകയെ വലിക്കേൽക്കുമേ, രത്തം ഒരു சொட்டம் மிச்சம் இருந்தாலும் கதையின் முடியல தொடருது பாரு, என்னைக்கும் விடாமுயற்சி, என்னைக்கும் விடாமுயற்சி, வாழ்க்கையை கிழிச்சிட்டு எவன் துடிச்சாலும் சாவுக்கு பயமில்ல வெடிக்கல போது, என்னைக்கும் விடாமுயற்சி, என்னைக்கும் விடாமுயற்சி. நடக்காதிரு போரிடு அடக்காதே, நீ யாரென்று மறப்பது தவறே, இவன் தீமிருக்கும் பவருக்கும் பணியாதே, வரலாறில பயரணம் பெயரே, உலகம் உன்னை எதுக்கும் போது ഉന്നെ നീയേ നമ്പും പോതും. നമ്മൾ ഇന്നാൾ ലെഫ്റ്റ് എടുത്താണ് പോയത്, ഇപ്പോൾ റൈറ്റ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ വീഡിയോയിൽ വന്നിട്ടുണ്ട്, നേരത്തെ വീഡിയോസിൽ, ഇപ്പോൾ ഇറങ്ങി വന്ന പോർഷനിലൊക്കെ.
உலகம் உன்னை எதிர்க்கும் போது உன்னை நீயே நம்பும் போதும் ரத்தம் ஒரு சொட்டம் மிச்சம் இருந்தாலும். കേരള SH59, കേരള സ്റ്റേറ്റ് ഹൈവേ 59. ദിസ് വൺ ഈസ് ഇറ്റ്. ഇതൊക്കെ പഞ്ചായത്തുകളാണ്, അതാണ് റോഡ് കിടക്കണില്ലേ. വാവ്, ഗ്രേറ്റ്. അത്യാവശ്യമൊക്കെ കിടുവാണ്, ഉള്ള റോഡുകളാണ്, ഒന്നും പറയില്ല. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഇതുപോലെയുള്ള റോഡുകളുണ്ടോ? കുറവാണ്. ഉണ്ടായിരുന്നു അമ്പൂരിയിലാണ്. അമ്പൂരി ഒരു വലിയൊരു ട്രിവാൻഡ്രത്ത് തന്നെ മേജറായിട്ട് ഏറ്റവും കൂടുതൽ സ്പോട്ടുകളുള്ളൊരു സ്പോട്ടാണ് അമ്പൂരി. ഓക്കെ, അപ്പോൾ നമ്മൾ അമ്പൂരിയിൽ ഒരുപാട് സ്പോട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 10-100ഓളം സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. നമുക്കൊരു 100ഓളം ട്രാവൽ വീഡിയോസ് ഇവിടെ തന്നെ തൂക്കാനായിട്ട് സാധിക്കും. എന്തൊരു ഭംഗിയാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൊട്ടു മുമ്പ് വന്നത് എവിടെയാണെന്നറിയാമല്ലോ? ആനക്കയല്ല, ആനക്കുളം വാട്ടർഫാൾസ്, അതിലേക്കാണ് നമ്മൾ വന്നത്. പിന്നെ ബ്രിഡ്ജിൽ ആനക്കയം ബ്രിഡ്ജ് എന്നാണോ ആ ബ്രിഡ്ജിൻ്റെ പേരൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. വേറെ വല്ല ബ്രിഡ്ജ് എന്നാണോ പേരൊന്നും അറിയില്ല. സോ ആ ബ്രിഡ്ജ് നിങ്ങൾ കണ്ടില്ല അതിൻ്റെ ഒരു എസ്തെറ്റിക്സ് ഒക്കെ. അപ്പോൾ തൊട്ട് മുമ്പ് വന്നാൽ അവിടെയാണ്. അത് കഴിഞ്ഞ ഉടനുള്ളൊരു ട്രിപ്പാണത് ശരിക്കും പറഞ്ഞത്. സോ കണ്ടില്ലേ നിങ്ങൾ? യെസ്, ദിസ് ഈസ് ഇറ്റ്. ഈ അമ്പൂരി എന്നൊക്കെ പറയണത് ഭയാനക സ്ഥലമാണ്. എനിക്ക് തോന്നുന്നില്ല ഈ അമ്പൂരി, നെടുമങ്ങാട്, വിതുര ഇതെല്ലാം ഒരേ റീജിയൻ, കാട്ടാക്കട ഇതെല്ലാം ഒരേ ഒരു സർക്കിളിൽ വരുന്ന റീജിയൻസാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏറ്റവും കൂടുതൽ സ്പോട്ടുകളും വരുന്നത്. വളരെ ആൻഷ്യൻ ട്രഡീഷണൽ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരും രീതികളും ഭക്ഷണ രീതികളും പരിപാടികളും ഒക്കെയാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള അമ്പലം, ക്ഷേത്രം. സോ കണ്ടില്ലേ, ഇതാ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു ഭംഗി കണ്ടില്ലേ? ഇതെന്താണിത് അല്ലേ അണ്ണാ? വാവ്, ദിസ് ഈസ് കേരള. പ്യുവർലി ദിസ് ഈസ് കേരള. മാരാവിള ദേവി ചാരിറ്റബിൾ ട്രസ്റ്റ്. ഗ്രേറ്റ്. ഭയങ്കര എസ്തെറ്റിക്സ് ആണ് കേട്ടോ. നിങ്ങൾ കണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ. പക്ഷേ നമ്മളെന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. അപ്പോൾ ബി അലേർട്ട്. ശ്രദ്ധയാണ് ഒരു മനുഷ്യൻ്റെ ശ്രദ്ധ. ഇനി എല്ലാം മനുഷ്യനാണ്, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മനുഷ്യനാണ്, നമ്മളെ ഇമോഷൻസിനെ ക്യാരി ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റാത്തിടത്തോളം കാലം നമ്മൾ പെടും. യു മസ്റ്റ് ബി അലേർട്ട് ഓൾവേസ് വൈൽ ഡ്രൈവിങ്. മിറർ നോക്കുക, തിരിഞ്ഞു നോക്കുന്ന പരിപാടികളൊക്കെ നിർത്തുക. തിരിഞ്ഞു തലയിട്ട് ബാക്കിൽ വണ്ടി വരുന്ന നോക്കുന്ന പരിപാടി. മിറർ നോക്കി മാത്രം ഇൻഡിക്കേറ്റർ റൈറ്റും ലെഫ്റ്റും ടേൺ ചെയ്യുക. പിന്നെ ശ്രദ്ധയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ശ്രദ്ധയാണ് നമ്മുടെ ഏറ്റവും വലുത്. അത് കഴിഞ്ഞാണ് സ്കില്ലിന് പ്രാധാന്യമുള്ളൂ. നമ്മൾ വളരെയധികം ഒബ്സേർവ്ഡ് ആയിരിക്കണം, ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അടുത്ത് നടക്കാൻ പോകുന്ന കാര്യത്തിനെ നേരത്തെ മുൻകൂട്ടി കണ്ട് അത് അവോയ്ഡ് ചെയ്യാനും പരിഹരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്നിടത്താണ് നിങ്ങളൊരു റൈഡർ ആകുന്നത്. വെറുതെ ഒരു വണ്ടിയും ഒരു ക്യാമറയോ അല്ലെങ്കിൽ ഒരു വണ്ടിയെടുത്ത് വെറുതെ ഹെൽമെറ്റും വെച്ച് ഒരു ഗ്ലൗസ് ഇട്ട് ഇറങ്ങുന്നതല്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ പണ്ട് കണ്ടിന്യൂസ്ലി ശരിക്കും പറഞ്ഞാൽ ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി കുറേ CD100 ആയിട്ടാണ് മെയിൻലി ഗ്ലൗസ് ഉപയോഗിക്കാത്തത്. അല്ല, എല്ലാത്തിനും ഗ്ലൗസ് കാണും, പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല റീസെൻ്റ്ലി. പക്ഷെ പണ്ട് ഈ വണ്ടി പരിപാടി തുടങ്ങിയ കാലഘട്ടം തൊട്ടേ ഗ്ലൗസിങ് ഉപയോഗിക്കാറുണ്ട് ശരിക്കും പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. കുറച്ച് നല്ല ബ്രാൻഡ്സ് മേടിക്കണമെന്നുണ്ട്. പിന്നെ CD100 എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഉള്ള ഒരു ഇതാണ് ബെറ്ററായിട്ട് തോന്നിയത്. ഗ്ലൗസ് ഇട്ട് 2 വഴി കാണിക്കുന്നല്ലോ. സോ 4.6 2 വഴി കാണിക്കുന്നു ശരിക്കും പറഞ്ഞു. ഈ വഴി തന്നെയാണോ? എന്തായാലും പോവാം. 4.6 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. ടാർ ചെയ്തതേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. ഇന്നെന്തായാലും CD100 പുക വരും, നല്ല ഹെവിയാണ്. എൻ്റെ അമ്മേ, ഇത് വമ്പൻ തേരിയാണല്ലോ. ഇതൊരു രക്ഷയില്ല. ഗ്രേറ്റ്. ഇത് ഏത് സ്ഥലം? ഇത് ഭയാനക സ്ഥലമാണ് ശരിക്കും. ഈ വഴിയൊക്കെ തന്നെയാണോ പോകേണ്ടത്? വണ്ടി ഇതാ കയറണോ പോലും ഇല്ല.
ഇവിടെ ടാറിങ് നടക്കുകയാണ്. വാവ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്പോട്ടും പരിപാടികളും ഒക്കെ ഉള്ളത്. ഇത് ഇവിടെ ടാറിങ് ആണ് മോനെ. നമുക്ക് മറ്റേ വഴി പോയാലോ? അവിടെ ടാറിങ് ഏതുവരെ ഉണ്ടാവും? പോവുമോ? അയ്യോ കല്ലി, അയ്യോ കല്ലി, മാറടാ അങ്ങോട്ട്. അയ്യോ കല്ല്. അടുത്ത് വീണ്ടും. അയ്യോ മാമ കേറല്ലേ. അയ്യോ മാമ, അങ്ങേരെ ഒന്ന് ചാടിത്തന്ന് പേടിച്ച്. യെസ്, ഒരു നാട്ടൻ പ്രദേശമാണ്. ആ പഴയകാല വെയിറ്റിംഗ് ഷെഡുകളും. എൻ ഇനിയ പൊന്നിലാവേ പൊന്നിലവിൽ എൻ കനാവേ, എൻ ഇനിയ പൊന്നിലാവേ പൊന്നിലവിൽ എൻ കനാവേ, നിனைவிலே புது சுகம் தர தர தர, தினம் தினம் தொடருதேன் தர தர தர, என் இனிய பொன்னிலவே പൊന്നിലവിൽ എൻ കനാവേ. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെന്നാരോ. മാർബർസേലിയസ് മീഡിയം സ്കൂൾ സൂപ്പർ അല്ലേ? എസ്തെറ്റിക് സ്കൂൾ. നിങ്ങൾ കണ്ടായിരുന്നോ ഫ്രണ്ട്സ്? ഞാൻ സബ്ജിസിലായിരുന്നു. നീയില്ലെങ്കിൽ ഞാനില്ലേ കൂടെ, ഞാൻ കൂടെ വാത്സല്യത്തേൻ ചോരം പൂവേ, ഏതോ ജന്മത്തിൻ കടങ്ങൾ തീർക്കാനായി വന്നു ഇന്നെന്നാത്മാവിൽ തുളുമ്പുമാശ്വാസം മാത്രം. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെന്നാരോമൽ തുമ്പി, നീയില്ലെങ്കിൽ ഞാനുണ്ടോ കൂടെ വാത്സല്യത്തെ ചോരം പോവേ. ഈ പാട്ട് ആ സിനിമയിലെന്നറിയാമല്ലോ. നമ്മുടെ എക്സ് സൂപ്പർ സ്റ്റാർ മഞ്ജുളൻ സാറ് ഫസ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ഡിസംബർ. ഡിസംബർ എന്നാണ് സിനിമയുടെ പേര്. ഡിസംബറിൽ തന്നെ ഫീൽഡ് ഔട്ടായ ഒരു സൂപ്പർ സ്റ്റാറാണ് പുള്ളി. കടുംതുടിയെവിടെ തുടികൊട്ടിത്താളം ഇന്നെവിടെ, ആ പാട്ടുണ്ടാക്കിയ ഓളം അറിയാമല്ലോ. അതാണ് നമ്മുടെ മഞ്ജുളൻ സാർ. സോ പക്ഷെ പുള്ളിയുടെ ആ ഒരു ടാലന്റിനെ ഒന്നും അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മലയാള സിനിമയിൽ. കടുംതുടിയെവിടെ തുടികൊട്ടിത്താളം ഇന്നെവിടെ, തിടമ്പുകളെവിടെ തുടിതുള്ളാൻ തോഴിമാരെവിടെ, കളിയാട്ടം തുടരാം വിളയാട്ടം തുടരാം, കളിയാടും കളമേഴുമായി നീയുണ്ടല്ലോ, വിളയാടും തിര. ഇത് പറക്കാൻ നാട്ടും പ്രദേശമാണ് കേട്ടോ. വിളയാടും തിര പോലിനി നീയുണ്ടല്ലോ, ഇനി എല്ലാണല്ലോ തിരത്തുത്സവമേളം. ഓ പീക്ക് സംഭവം തന്നെ ജാസി ഗിഫ്റ്റിൻ്റെ. രാമൊക്കെ എണീച്ചു. എങ്ങനെയാ അച്ഛനെ പോലെ ഹിസ്റ്ററിയൊക്കെ ഉണ്ടോ? ഇല്ല സാർ, രാഷ്ട്രബോധം ഉണ്ടെന്ന് പറയും. ലോക സമസ്ത സുഖിനോ ഭവന്തു, നെഞ്ചോടു ചേർത്തു ജപിക്കാൻ. സൂര്യന്റെ ജാലകവാതിൽ തുറക്കാം, നക്ഷത്ര രാജ്യം ജയിക്കാൻ. പൊങ്ങിപ്പോ എങ്ങനെ ഞാൻ പുഞ്ചിരി തൂകി, ആകാശനാടം കൊളുത്താൻ. കണ്ണെത്താ ദൂരങ്ങൾ സ്വപ്നം കാണാം, ആശാവസന്തം തിരക്കാൻ. അപ്പോഴാണ് ജാസി ഗിഫ്റ്റ് ഒരു സാധനം അങ്ങോട്ട് ഇടും. അതാണ് മക്കളെ പഴയ തീ. ജാസി ഗിഫ്റ്റൊക്കെ ആറാടിയ കാലം. പഴയ അനിരുദ്ധായിരുന്നു പുള്ളി അല്ലേ? ജാസി ഗിഫ്റ്റ് ഒരു തരംഗമായിരുന്നില്ലേ?
ലജ്ജാവതിയേ. ഇനി ഒരുപാട് പാട്ടുകളുണ്ട്, അറിയാമല്ലോ. മണിക്കിനാവിൻ കൊതുമ്പു വെള്ളം തുഴഞ്ഞു വന്നു, ആരു നീ ആരു നീ എൻ ഹൃദയ ദേവതേ, എൻ മനോവാടിയിൽ പൂവണിഞ്ഞ ചാരുതേ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ. ഫുഡൊന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. നമുക്ക് വല്ലതും കഴിക്കണം കേട്ടോ, അവിടെ എവിടെയെങ്കിലും വല്ല കട ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പെടും. ഞാനൊന്നും കഴിച്ചില്ലായിരുന്നു, ഇനി ലേറ്റാക്കണ്ടെന്ന് വിചാരിച്ചാണ് കഴിക്കാത്തത്. ഇതൊക്കെ ഏതാ സ്ഥലം? ഈ വഴിയൊക്കെയാണ് കാണിക്കുന്നത്. എന്താ സംഭവം? അവനൊക്കെ വരുന്ന കണ്ടില്ല. അയ്യോ, തൊട്ടടുത്തൂടെ വന്നാലേ ചിലർക്ക് നല്ലൊരു ഇത് കിട്ടും. അവർക്ക് അതൊരു പ്രത്യേകതര സുഖം. നമ്മളെ ഷർട്ടിൻ്റെ അടുത്തൂടെ സ്റ്റിച്ചിട്ടുണ്ടേ പോളൂ. എതിരെയും അടുത്തൂടെയും ഓവർടേക്ക് ചെയ്യണം. സ്ഥലമുണ്ടെങ്കിൽ നേരെ ഓവർടേക്ക് ചെയ്ത് പോകണം. സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരു കുറച്ച് കവറിട്ട് വേണം ഒരാൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ. പോരാത്തതിന് ഓവർടേക്ക് ചെയ്ത് ഉടൻ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒറ്റ കയറ്റമാണ്, ടയറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ. എന്താണ് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അതെന്താ സംഭവം? നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോകണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത്യാവശ്യം സ്പീഡിലൊക്കെ തന്നെ ആയിരിക്കും പോകണത്. ഒരാളും വണ്ടി ചവിട്ടി നിർത്തുമൊന്നുമില്ലല്ലോ ഒരാൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ. ഓവർടേക്ക് ചെയ്ത് പോയിട്ട് ഉടൻ തന്നെ വണ്ടിയുടെ ടയറിൻ്റെ ഫ്രണ്ടിൽ വട്ടം വയ്ക്കും, ചേർത്തെടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വണ്ടി കവറിട്ട് തന്നെയാണ് ഫ്രണ്ടിലും റൈറ്റിലും എല്ലാ സൈഡിലും ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് തന്നെ അയാളെ ഓവർടേക്ക് ചെയ്യണം. ഓവർടേക്ക് ആരെയാണോ ചെയ്യുന്നത് അയാളെ ഒട്ടും ഡിസ്ട്രാക്റ്റഡ് ചെയ്യാതെ വേണം ഓവർടേക്ക് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. അതാണ്. സോ അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ തൊട്ടടുത്തൂടെ എടുത്തോണ്ട് പോകരുത്. നമ്മൾ ഇന്നാൾ തിരിച്ചു പോയപ്പോൾ ആ വഴിയാണ് പോയത്, ഓർമ്മയുണ്ടോ? യെസ്, ഇവിടെയൊക്കെ നമ്മൾ വന്നിരുന്നു. ഇവിടെയൊക്കെ വന്ന് ഇവിടെ ഒരു കുറേ ആൾക്കാർ കൂടി. മന്തിയാണ് കേട്ടോ ഇവിടുത്തെ പരിപാടി. ഓഫറിന് മന്തികളൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതൊന്നും ഈ തൊട്ടുമുമ്പത്തെ വീഡിയോയുടെ ഫസ്റ്റ് ട്രാക്കിൽ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെയാണ് മറ്റേ സ്കൂളൊക്കെ ഒന്ന് പിള്ളേരൊക്കെ കയറി നിന്ന സ്ഥലം. സോ ഇതാണ് ആ സ്ഥലം. ബട്ട് ഇതെല്ലാം ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് പോയില്ലേ, അതേ സെയിം വഴിയാണ് കാണിക്കണത്. പക്ഷെ അന്ന് സമയമില്ലായിരുന്നു, ഓൾറെഡി നിങ്ങൾ കണ്ടായിരുന്നല്ലോ. പിന്നെ ഈ ഇദ്ദേഹത്തിനും സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അന്നത്തെ അതേ സ്ഥലം വഴിയാണ് ബസ് പോണത്. അത് നമ്മൾ അന്ന് അല്ലേ ബ്രോ? എല്ലാം കഴിച്ചിട്ട് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കണം. അങ്ങോട്ടാണെങ്കിൽ കടയുമില്ല. മറ്റേ മാമൻ്റെ കട ഉണ്ടല്ലോ, അല്ലേ? ഇന്ന് മാമൻ്റെ കടയിൽ പോവാം. ഇന്ന് മിക്കവാറും നമ്മൾ അന്ന് ചായ പിടിച്ച മാമൻ്റെ കടയിൽ പോകേണ്ടിട്ട്. ഇത് അവിടെ തന്നെയാണ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ പോയെടുത്ത് തന്നെയാണ്. പക്ഷെ ഇന്നലെ സമയമില്ലായിരുന്നു. നമ്മൾ ഓൾറെഡി ഇറങ്ങിയ സമയം നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ. കുഴപ്പമില്ല, നമ്മൾക്ക് ഓരോരോ നമ്മൾ ലെഫ്റ്റ് എടുത്താണെന്ന് പോയത്, ഇത് നേരെ. അതേ ഉള്ളൂ ആകെയുള്ളൊരു വ്യത്യാസം. സോ കേട്ടോ, അന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്താണ് പോയത്, ഇന്ന് നേരെ. ശ്രീ മഹാദേവർ ക്ഷേത്രം. യെസ്, ഞാനൊരു ശിവഭക്തനാണ്, ഭഗവാനെ രക്ഷിക്കണേ. അപ്പോൾ അതൊക്കെയാണ്. സെയിം സ്പോട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ എല്ലാ സ്പോട്ടുകളും ഒരു ദിവസം ഫുള്ളി ഇരുന്ന് വിസിറ്റ് ചെയ്യാനുള്ള അത്രയും ലെവലും സ്പേസും ഉള്ള സ്ഥലമാണ്. നമുക്കിവിടെ വന്നിട്ട് 1, 2, 3 സ്പോട്ടുകൾ വിസിറ്റ് ചെയ്ത് ഒരു ദിവസം പോകണ സെറ്റപ്പ് ഒട്ടും ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ മാക്സിമം അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ലയിക്കണം കുറേ നേരം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുമ്പോൾ ലേറ്റായി പോകുന്നതുകൊണ്ടാണ്. ഒരു നല്ല നേരത്തേക്കാണ് എത്തണമെങ്കിൽ ഞാൻ ഒരുപാട് നേരം ഈ വരുന്ന സ്ഥലങ്ങളിൽ സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സോ വളരെ ഡീപ്പായിട്ട് നമ്മളത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ കുറേ നേരം ഇങ്ങനെ ജീവിക്കണം. സോ എന്നാലേ നമുക്കപ്പോൾ ഇത് എന്ത് കടയാണത്? ഇറച്ചി കടയാ? ഓ കിടിലല്ലേ. അതെന്താ സംഭവം? മട്ടനാണോ അത്? സോ അതൊക്കെയാണ്. എന്നാലും നമുക്ക് വിശദമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ആ ഒരു കാറ്റിൻ്റെ സുഖവും ആ മണ്ണിൻ്റെ മണവും വെള്ളത്തിൻ്റെയൊക്കെ. ഇന്നലത്തെ ആ വെള്ളമൊക്കെ എന്തായിരുന്നു, ഐസ് വാട്ടർ പോലെ ഉണ്ട്.
വളരെയധികം മിനറലൈസ്ഡ് ആയിട്ടുള്ള റോക്ക് ഫോർമേഷനിൽ നിന്ന് വരുന്നതായതുകൊണ്ട് വളരെയധികം ഫിൽട്രേഷനൊക്കെ കഴിഞ്ഞിരിക്കും വെള്ളം, നമുക്ക് കുടിക്കാം, അത്രയും പ്യുവറാണ്. സോ അതൊക്കെയാണ് പരിപാടി. അങ്ങനെയുള്ള സ്പോട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ്. എന്തോ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഒരു കാര്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മാക്സിമം വരുന്ന സ്ഥലത്ത് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് തന്നെ ഓരോ യാത്രകളും പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നേരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ നേരം നിൽക്കണം, ഇതുപോലെയല്ല. ഇപ്പോൾ പല ദിവസവും നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്താൻ സാധിക്കില്ല. ഓക്കെയാണ്, ഈ ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ സൈറ്റ് വിസിറ്റിങ്ങിനൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം. ഒരു ഈവനിങ് ടൈം വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളർ ഗ്രേഡിങ് ആണ്, കണ്ടില്ലേ? ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. ഈ സമയത്തൊക്കെ എത്രയാണ് ബെറ്റർ ശരിക്കും പറഞ്ഞു. 5 മണിയായി, ഇപ്പം ഒരു 4 മണിക്കൊക്കെ എത്താൻ പറ്റിയാൽ നല്ലതായിരിക്കും നമ്മളീ പോകുന്ന സ്പോട്ടുകളിൽ. സോ അതൊക്കെയാണ്. ഈ വഴി ഇറങ്ങി നോക്കിയാലോ? യെസ്, ഐ തിങ്ക് ഇത് തന്നെ ആയിരിക്കും. വാവ്, എന്തോ ഇത് ഏരിയേ, ഇതേതോ കൊക്കയിലോട്ടാണല്ലോ പോണത്. ഇവിടെ വണ്ടിയൊക്കെ പോവോ? വണ്ടി നിൽക്കണ പോലും ഇല്ല. ഓ, ഡാർക്ക് ഹെവിയാണ് കേട്ടോ, ഹെവിയാണെന്ന് ഇറങ്ങണത്. നിങ്ങളിവിടെ കൂടെ ഇറങ്ങി വരുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, നല്ല കുത്തിറക്കോ, വണ്ടി നിൽക്കൂല ചിലപ്പോൾ. പായലുണ്ട് കണ്ടില്ലേ? സോ അതാണ്, പായലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ, സൂപ്പറായിട്ട് വരാം. അത്യാവശ്യം സൂക്ഷിക്കണം. ഇതൊക്കെ ഏത് സ്ഥലം? ഇതൊന്നും അല്ലേ? ഇതൊക്കെ തന്നെ ആയിരിക്കൂ. ഇറങ്ങി നോക്കട്ടെ. എക്സ്പ്ലോറിങ് ആണോ ഇത്? ഇരപ്പൻകുഴി. ബ്രോ ഇത് വേറെ ഏതോ സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും പെട്ട് വേറെ ഏതൊക്കെയോ വഴി ചെന്ന് കയറി. ഞാൻ തിരിച്ച് ബൈക്ക് എടുത്ത് അങ്ങ് മേളിൽ പോയി. അവിടെ ഒരു വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞ് ഇങ്ങോട്ട് തരാം. ഞാൻ പുള്ളിയെടുത്ത് വീണ്ടും ചോദിച്ചു, ചേട്ടാ അവിടെ നിന്ന് രണ്ടിടത്ത് തിരിയണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ചൂടാവും. അങ്ങോട്ട് പോയാൽ മതി. ലാസ്റ്റ് വന്നു വേറെ വഴി അങ്ങ് താഴെയൊക്കെ പോയി. എൻ്റെ കാല് മുറിഞ്ഞ് നല്ല രീതിയിൽ ആണിയിൽ കയറി ഷൂവിൽ പോയി ഇരുന്ന് കാല് നല്ല രീതിയിൽ തള്ളവിരൽ കയറിയിരിക്കുകയാണ്. എന്തായാലും ടി എടുക്കാൻ പോകണം. ഏതാ വഴി? സോ നമ്മളങ്ങനെ ഫൈനലി സ്ഥലം കണ്ടുപിടിച്ച്. ഒരു മാമനും ഒരു ആൻറ്റിയും ഒരു പയ്യനായിട്ട് വന്നു. ഇവിടുത്തെ വയലിലൊക്കെ കൃഷി ചെയ്യാൻ തോന്നുന്നു. അവർ പറഞ്ഞു തന്ന പ്രകാരം വന്നു, സ്ഥലം കിട്ടി. അമ്മല ഇതാണ്ട സിനിമ മുന്നറിയിപ്പ് വീണ്ടും. ഇവിടെ എല്ലാവരും മരിക്കണ സ്ഥലങ്ങളാണെന്ന്. എൻ്റെ കാലിൽ ആണി കുത്തിക്കയറി ഇതേപോലെ ചാടി ഇറങ്ങിയ സമയത്ത് കാലിൽ കുത്തിയിരുന്നു. ഇത് ചെറിയ സെറ്റപ്പാണ്, മറ്റേത് അന്ന് ചെറുതായിരുന്നല്ലോ. ഭയങ്കര സംഭവമല്ലേ അത്? ഏറ്റവും ഭയങ്കര റിസ്ക്കിയാണ്. ഓ മൈ ഗോഡ്, ഇതാണ് സ്ഥലം. വിഷയമാണ് മക്കളെ. ഓ വീഡിയോ എടുക്കട്ടെ. ഗ്രേറ്റ്. കാല് മുറിഞ്ഞ് കണ്ടോ? കാല് കണ്ട സീൻ. ഇവിടെ എത്തിയും പോയി. വേറെങ്കിൽ ഇതൊക്കെ പോയി. ഇനി കാല് കഴുകണം എന്തായാലും വൃത്തിയായിട്ട് ഇവിടുത്തെ വെള്ളത്തിൽ. ഓ, ഓണ വഴിക്ക് ടി എടുക്കാം, ഇല്ലെങ്കിൽ പെടും. യെസ്, ഭൂമിയിലെ മറ്റൊരു സ്വർഗം. പൊളിയായിരുന്നു. കുറെ പിള്ളേർ ഇവിടെ വന്നിട്ട് തിരിച്ചുപോയി.
ഇവർ നമ്മളിവിടെ വന്നിരുന്നെങ്കിൽ അവരിവിടെ എത്തിപ്പോയി. അതന്നെ അവർ കാണിച്ച മണ്ടത്തരം ഇതാണ് കേട്ടോ. ഗ്രേറ്റ്. അപ്പോൾ മക്കളെ, ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ എപ്പിസോഡ് 2 വരുന്നതായിരിക്കും. എപ്പിസോഡ് 2 നാളെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ട്രാവൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമ്മളെല്ലാവരും കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.